ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 100. മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക. അതാണ് തിരുവചന ജപമാല അഥവാ തെയോത്തോക്കസിൻ്റെ വചനക്കൊന്ത. പ്രത്യേകിച്ച് നമ്മൾ 2033 എന്ന മഹാജൂബിലി വത്സരം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉയർത്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന ആ ജൂബിലി വത്സരത്തിലേക്ക് ഒരുക്കമായിട്ട് ഈ ജൂബിലി വത്സരത്തിൽ കർത്താവ് ഈശോ ജനിച്ചിട്ട് 2025 വർഷം പൂർത്തിയാകുന്ന ഈ ജൂബിലി വർഷത്തിലൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി ഒരു നവവത്സര ധ്യാനം. അതിൻ്റെ ഭാഗമായിട്ട് 100ാമത്തെ എപ്പിസോഡാണ് മരിയൻ ധ്യാനം. 100ാമത്തെ എപ്പിസോഡ്. അതിൽ ലുത്തിനിയായെക്കുറിച്ചുള്ള 13ാമത്തെ എപ്പിസോഡ്. ലുത്തിനിയായിൽ വാഴ്ത്തുമൊഴികളുണ്ട്. അതിൽ 10ാമത്തെ വാഴ്ത്തുമൊഴിയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. അത്യന്ത വിരക്തയായ മാതാവ്. അത്യന്ത വിരക്തയായ മാതാവ്. മദർ മോസ്റ്റ് ചേസ്റ്റ്. മാത്തർ കസ്തിസീമ എന്ന് ലത്തീനിൽ. മദർ കസ്തിസീമ. മോസ്റ്റ് ചേസ്റ്റ്. ശുദ്ധത എന്നാണ് പലപ്പോഴും തർജ്ജമ ചെയ്യുക. ശുദ്ധത. ഈ ചേസ്റ്റ് എന്ന് പറയുന്ന ശുദ്ധത എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്തവർക്ക് മാത്രമുള്ള പുണ്യമല്ല. കല്യാണം കഴിച്ചവർക്കും ചേസ്റ്റ് എന്ന പുണ്യം വേണം. ചേസ്റ്റ് എന്ന വാക്കിന് 2 പ്രധാനപ്പെട്ട ധ്വനികളുണ്ട്. ഒന്ന്, വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധത്തിലും ചെന്നുപെടാതിരിക്കുക. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്. വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധത്തിലും, അതായത് അവിഹിത ബന്ധത്തിലും പോകാതെ ശുദ്ധത പാലിക്കുന്ന അർത്ഥം. അതാണ് ഒരർത്ഥം. ഇനി വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ, ബ്രഹ്മചാരികളാണെങ്കിൽ, സന്യാസികളൊക്കെ ആണെങ്കിൽ അവരുടെ വിളിക്ക് ചേരുന്ന തരത്തിൽ ജീവിക്കുക, ശുദ്ധത പാലിക്കുക, ചേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ചേസ്റ്റ് എന്ന പുണ്യത്തിന് ഈ ശുദ്ധത അല്ലെങ്കിൽ വിരക്തി എന്ന് പറയുന്നത് കല്യാണം കഴിച്ചവർക്കും ബ്രഹ്മചാരികൾക്കും ആവശ്യമായിരിക്കുന്നതാണ്. ഇനി വിവാഹത്തിലെ ലൈംഗിക ബന്ധം അനുവദനീയമാണ്, ആസ്വാദ്യമാണ്, നല്ലതാണ്, വേണ്ടതാണ്. അതേസമയം അവിടെയും ചില നിയന്ത്രണങ്ങളൊക്കെ വേണം, ചില വിരക്തികൾ വേണം. ചിലപ്പോഴൊക്കെ അതിൽ നിന്ന് പിന്മാറി നിൽക്കണം. അതേസമയം ഒരുപാട് നാളത്തേക്ക് മാറി നിൽക്കാൻ പാടില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്താ കാര്യം? അങ്ങനെ മാറി നിന്നാൽ സാത്താൻ നിങ്ങളുടെ പ്രലോഭിപ്പിക്കും, നിങ്ങൾക്ക് വേറെ വല്ല ബന്ധങ്ങളിലേക്ക് പോകാനായിട്ട് തോന്നിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ വിരക്തി പാലിക്കണം. പക്ഷെ വീണ്ടും അവർ ഒന്നിച്ച് ചേരണം. കാരണം മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കർത്താവ് സെക്സ് എന്ന് നൽകിയിരിക്കുന്നത്, മറിച്ച് ആനന്ദിക്കാൻ കൂടിയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. എങ്കിലും അവിടെയൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണം, ചില വിരക്തി വേണം, ശുദ്ധത പാലിക്കണം. അതാണ് വിവാഹം കഴിഞ്ഞവർക്ക്. ബ്രഹ്മചാരികൾക്ക്, സന്യാസികൾക്ക് അത് ശാരീരികമായിട്ടുള്ള ബന്ധമോ മനസ്സിൽ പോലും അത് പാടില്ലെന്നാണ്. അപ്പോഴാണ് പൂർണ്ണമായിട്ടും ശുദ്ധത പാലിക്കാൻ കഴിയുക. മറിയത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് നമുക്കറിയാം. മറിയം വിവാഹിതയായിരുന്നെങ്കിലും കന്യകാത്വന് ഭംഗം വരാത്തവളാണ്. അതുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കും, നീ പറയുന്ന തരത്തിൽ പുരുഷന്റെ ബന്ധമില്ലാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും, അതെനിക്ക് വിശദീകരിച്ച് തരണമെന്ന് മാലാഖയോട് ആവശ്യപ്പെടുകയും മാലാഖ വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തു. അതായത് നമ്മൾ കണ്ടതാണ് ഒരിക്കൽ, കന്യകാത്വന് ഭംഗം വരാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും എന്നാണ്, അത് എനിക്ക് വിശദീകരിച്ച് തരൂ എന്നാണ് മറിയം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ എന്ന ചോദ്യത്തിലൂടെ മാലാഖയോട് ചോദിച്ചത്. ചുരുക്കത്തിൽ മറിയം കന്യകാത്വത്തിന് ഭംഗം വരാതെ ജീവിച്ചു എന്നുള്ളതാണ് ഈ മറിയത്തിൻ്റെ കാര്യത്തിൽ ഈ അത്യന്തം വിരക്തയായ മാതാവ്, മദർ മോസ്റ്റ് ചേസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ പെന്തക്കോസ്തക്കാർ, പിന്നെ ദൈവസഭക്കാർ, യഹോവ സാക്ഷികൾ, ബ്രദറൻ അസംബ്ലിക്കാർ, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, അങ്ങനെ 100,000 പേരുണ്ട്, ക്രിസ്റ്റാഡൽഫിയൻസ്. ഇവരിൽ മിക്കവരും പറയുന്നത് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല, അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു എന്ന് മത്തായി 1:25 കാണുന്നുണ്ടല്ലോ. പുത്രനെ പ്രസവിക്കുന്നത് വരെ, അതായത് മറിയത്തിൻ്റെ ഭർത്താവായി ജോസഫിനെ കുറിച്ചാണ് ഈ തിരുവചനം. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല. അറിയാന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം എന്ന് തന്നെയാണ് അർത്ഥം. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. അപ്പോൾ പുത്രനെ പ്രസവിക്കുന്നത് വരെയല്ലേ ജോസഫ് അവളെ അറിയാതിരുന്നുള്ളൂ. അതിനുശേഷം അറിഞ്ഞിട്ടുണ്ടാവില്ലേ, ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ലേ, അതിൽ മക്കളുണ്ടായിട്ടുണ്ടാവില്ലേ? ഇതാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ ഈ വരെ, പ്രസവിക്കുന്നത് വരെ എന്ന ഗ്രീക്ക് വാക്കിന് ഹെയോസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. ഹെയോസ് അത് യഹൂദ സംസ്കൃതിയും ഹീബ്രു പാരമ്പര്യം പ്രകാശിപ്പിക്കുന്ന ഒരു വാക്കാണ്. യഹൂദ സംസ്കൃതിയും ഹീബ്രു പാരമ്പര്യവും എന്ത് നടന്നു എന്നല്ലാതെ
എന്ത് നടക്കാനിരിക്കുന്നു എന്ന് ഈ പദം കാണിക്കുന്നില്ല. എന്ത് നടന്നു എന്നല്ലാതെ എന്ത് നടക്കാനിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലും വര എന്നതിന് ശേഷം എന്ന അർത്ഥമില്ല. അതായത് അത് വരെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം അത് നടന്നു എന്ന സൂചനയില്ല. ഒരു സവിശേഷ കാലയളവ് വരെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് സംഭവിച്ചില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ വാക്യന്റെ ലക്ഷ്യം. അപ്പോൾ വര എന്നതിന് അതിന് ശേഷം എന്ന അർത്ഥമില്ല, വര എന്ന അർത്ഥമുള്ളൂ. ആ കാലയളവ് കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു എന്നത് സൂചിപ്പിക്കുന്നില്ല. യോഹന്നാൻ 9:18, 1 തിമോത്തി 4:13 ഈ സൂചനയുണ്ട്. ഇതിനു മുമ്പ്, ഈ വചനം എഴുതുന്നതിന് മുമ്പ് 1:18 മത്തായി 1:18 മത്തായി ഇങ്ങനെ എഴുതിയിരുന്നു: മറിയത്തിന്റെ ശിശു ജോസഫിൽ നിന്ന് പിറന്നതല്ല, ദൈവത്തിന്റെ സർഗശക്തിയായ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഈ സത്യം മത്തായി 1:18 എഴുതിയിരുന്നു. അതൊന്നുകൂടി ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് മത്തായി. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല, അതിനുശേഷം അറിഞ്ഞെന്ന് ആ വാക്കിന് അർത്ഥമില്ല. നമുക്ക് ചില ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ നോക്കാം. വര എന്ന വാക്ക് ബൈബിളിൽ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. യെശയ്യാ 46:4. യെശയ്യാ 46:4. നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യാണ് മനുഷ്യനോട്, നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു. അവൻ വാർദ്ധക്യം പ്രാപിച്ചതിന് ശേഷം ദൈവം ഇല്ലാതാകുമെന്ന് അതിനർത്ഥമുണ്ടോ? നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മനുഷ്യൻ വാർദ്ധക്യം പ്രാപിച്ച് മരിച്ചു പോയാൽ ദൈവം ഇല്ലാണ്ടാകുമോ? അപ്പോൾ വര എന്ന വാക്ക് അതിന് ശേഷം എന്ന അർത്ഥമുണ്ടോ? നിന്റെ വാർദ്ധക്യം വരെ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം ശരിക്ക്. അതുപോലെ 2 സാമുവേൽ 6:23. സാവൂളിന്റെ മകളായ മിഖാലിന് അവൾ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ല. സാവൂളിന്റെ മകളായ മിഖാലിന് അവൾ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ല. അവൾ മരിച്ച ദിവസത്തിന് ശേഷം അവൾക്ക് മക്കളുണ്ടായോ? മരിച്ചതിന് ശേഷം അവൾക്ക് മക്കളുണ്ടായോ? പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല എന്ന വചനത്തിൽ അതിനുശേഷം അവൻ അറിഞ്ഞുവെന്നും ആ ബന്ധത്തിൽ അവൾക്ക് മക്കളുണ്ടായെന്നും നിഗമനത്തിൽ എത്തുന്നത് യുക്തിക്കോ സത്യത്തിനോ ഭാഷയ്ക്കോ ഹീബ്രു സംസ്കൃതിക്കോ ഗ്രീക്ക് ഭാഷയ്ക്കോ ഒന്നിനും നിരക്കുന്നതല്ല. നമ്മുടെ മലയാളത്തിലും അങ്ങനെയുണ്ട്. മരിക്കുന്നത് വരെ അപ്പൻ മകനോട് മിണ്ടിയില്ല. മരിച്ചതിന് ശേഷം അപ്പൻ മകനോട് മിണ്ടിയോ? അതാ ഇല്ലേ ആ വര എന്ന് പറയുന്നത്. അത്ര ആ നിമിഷം വരെ എന്നുള്ളത് ഒന്ന് ഊന്നി പറയാനല്ലേ. പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല എന്ന തിരുവചനത്തിന് പ്രസവിച്ചതിന് ശേഷം അറിഞ്ഞു എന്ന അർത്ഥമില്ല. അത് വെറുതെ കത്തോലിക്ക സഭ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളൊരു വ്യാഖ്യാനമാണ്, നൽകുന്ന ഒരു വ്യാഖ്യാനമാണ്. ഇനി ഇതിൻ്റെ ഒരു വിപരീതം ഞാൻ പറയട്ടെ. അത് വിപരീത രീതി. നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന വചനത്തിൽ യെശയ്യാ 46:4 അതിൽ എന്നേക്കും എന്നല്ലേ അർത്ഥം? നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നേക്കും സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ ദൈവം പറയണേ. അതുപോലെ സാവളിന്റെ മകളായ മിഖാലിന് അവൾ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ല തിരുവചനത്തിൽ അവൾക്ക് ഒരിക്കലും മക്കളുണ്ടായില്ല എന്നല്ലേ അർത്ഥം. അതുപോലെ തന്നെ മരിക്കുന്നത് വരെ അപ്പൻ മകനോട് മിണ്ടിയില്ല എന്ന വചനത്തിൽ അപ്പൻ ഒരിക്കലും മകനോട് മിണ്ടിയില്ല എന്നല്ലേ അർത്ഥം. അതേ അർത്ഥമല്ലേ ഇവിടെയും പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ജോസഫ് ഒരിക്കലും അവൾ അറിഞ്ഞില്ല എന്നല്ലേ അർത്ഥം. അങ്ങനെയാണ് ആദിമസഭ തൊട്ട് ഇപ്പോഴും വരെയും കത്തോലിക്ക സഭ മനസ്സിലാക്കിയിരിക്കുന്നത്. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൾ അറിഞ്ഞില്ല എന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നിന്റെ വാർദ്ധക്യം വരെ ഞാൻ സ്ഥിതി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എന്നേക്കും സ്ഥിതി ചെയ്യുന്നു. സാവളിന്റെ മകളായ മിഖാലിന് അവൻ മരിച്ച ദിവസം വരെ മക്കളുണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൾക്ക് മക്കളുണ്ടായില്ല. അപ്പൻ മരിക്കുന്നത് വരെ മകനോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പൻ ഒരിക്കലും മകനോട് മിണ്ടിയില്ല. അതേ സെൻസ് തന്നെയാണ് ഇവിടെ. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജോസഫ് മറിയുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നാണ് അർത്ഥം. ഇതിന്റെ വെളിച്ചത്തിലാണ് മറിയത്തിന്റെ നിത്യകന്യാകാത്വം സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ വളരെ ഭദ്രമായി സ്ഥാപിക്കപ്പെട്ടത്. അത് സത്യമാണ്. 649 ലാറ്ററൻ സുനോദോസിൽ അത് വിശ്വാസ സത്യത്തിന്റെ ഭാഗമായി. 1968 പോൾ ആറാമൻ മാർപ്പാപ്പ അത് വീണ്ടും സ്ഥിരീകരിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന 499/501 മറിയം നിത്യകന്യകയാണ്. അതിനാൽ ബ്രഹ്മചര്യ ജീവിതത്തിന്റെ സകല ശുദ്ധതയും വിരക്തിയും മറിയം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ സഹോദരന്മാർ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നവര് മറിയത്തിന്റെ മക്കളല്ല. യേശുവിന്റെ അടുത്ത ബന്ധുക്കളാണ് അവര്, കസിൻസ് ആണ്. മറിയവുമായിട്ട് അവർക്ക്
രക്തബന്ധമില്ല. ഇങ്ങനെ അനുജത്തിരിയോ ചേച്ചിരിയോ അല്ലെങ്കിൽ ജോസഫിൻ്റെ മുമ്പത്തെ ഭാര്യയുടെ മക്കളോ അങ്ങനെയുള്ള ചില അർത്ഥങ്ങളല്ലാതെ മറിയത്തിൻ്റെ ഗർഭത്തിൽ നിന്ന് പിറന്നവരാണ് യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എന്ന അർത്ഥം യേശുവിൻ്റെ സഹോദരന്മാർ എന്ന വാക്കിനില്ല. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് അവൾ അറിഞ്ഞില്ല, അതിനുശേഷം അറിഞ്ഞു, അതിൽ മക്കളുണ്ടായി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് തിരുവചനത്തിനോ ഭാഷയ്ക്കോ യഹൂദ സംസ്കൃതിക്കോ സഭയുടെ വിശ്വാസത്തിനോ ആദിമസഭ തൊട്ട് ഇതുവരെയുള്ള വിശ്വാസത്തിനോ നിരക്കുന്നതല്ല. അതുകൊണ്ട് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ഒക്കെ പറയുന്ന തൊടുന്യായങ്ങൾ കേട്ട് നമ്മൾ വീണു പോകരുത്. മാത്രമല്ല അവരോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് നിങ്ങൾ പറയും വേണം. അങ്ങനെ അവരെ സത്യത്തിലേക്ക് നയിക്കുകയും തിരുവചന ജപമാലയിലേക്ക് നയിക്കുകയും വേണം. അവർക്കും മറിയത്തിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.